നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. നാടും നഗരവും വിഷു ആഘോഷത്തിൽ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആഘോഷിച്ചു. ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ വിഷു ഗ്രാമോത്സവം വിഷുദിനത്തിൽ വൈകിട്ട് 6 മുതൽ 9:30 വരെ കൊടകര ഗാന്ധിനഗർ ക്ലബ്ബ് പരിസരത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മഹാതീർത്ഥാടനം നടത്തി. തൃക്കൂരിൽ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. നാടും നഗരവും വിഷു ആഘോഷത്തിൽ. പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നകളുടെ പുതുവസന്തം സമ്മാനിച്ചുകൊണ്ട് ഒരു വിഷു പുലരി കൂടി വന്നെത്തിയിരിക്കുന്നു. കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി എത്തുന്ന വിഷു നല്ല നാളെയെക്കുറിച്ചുള്ള സുവർണ പ്രതീക്ഷകളും സമ്മാനിക്കുന്നു. മലയാള മാസം മേടം 1 വിഷുവായി ആഘോഷിക്കുന്നത്. പണ്ടുകാലത്ത് നിലനിന്നിരുന്ന കാർഷിക കലണ്ടർ പ്രകാരം മേടം 1 വർഷാരംഭമായി കണക്കാക്കിയിരുന്നത്. അതിനാൽ ആണ്ടുപിറപ്പ് എന്നും വിഷു അറിയപ്പെടുന്നുണ്ട്. തമിഴ്നാട്ടിലും വിഷുദിനമാണ് നവവത്സരമായി കൊണ്ടാടുന്നത്. വിഷുവുമായി ബന്ധപ്പെട്ട നിരവധി ആചാരങ്ങൾ നമുക്കുണ്ട്. വിഷുക്കണിയാണ് ആചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. വിഷുക്കണിയെ ആശ്രയിച്ചാണ് ഒരു വർഷത്തെ ഫലം എന്ന വിശ്വാസവും വിഷുവിനെ സംബന്ധിച്ചുണ്ട്. വിഷു കൈനീട്ടം, വിഷു സദ്യ, വിഷുക്കളി, വിഷുഫലം തുടങ്ങിയ വിഷുവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരവധിയാണ്. കണിയൊരുക്കലാണ് വിഷുവുമായി ബന്ധപ്പെട്ട ഓർമ്മകളിൽ പ്രധാന ചടങ്ങുകളിൽ ഒന്ന്. വിളവെടുപ്പ് ഉത്സവം എന്നു പേരുള്ളതുകൊണ്ട് തന്നെ കാർഷിക വിളകൾക്കാണ് കണിയിൽ പ്രാധാന്യം. കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിൽ ഓട്ടുരുളിയിൽ കൊന്നപ്പൂവ്, വെള്ളരിക്ക, ചക്ക, മാങ്ങ, മറ്റ് ഫലവർഗ്ഗങ്ങൾ, നാളികേരം, അഷ്ടമംഗല്യം, അരി, കോടിമുണ്ട്, സ്വർണം, പണം എന്നിവയെല്ലാം ഒരുക്കി വയ്ക്കുന്നു. വിഷുവിൻ്റെ ഭാഗമായി വ്യാപാര സ്ഥാപനങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പടക്ക വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നീണ്ട വരികൾ തന്നെ കാണാമായിരുന്നു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആഘോഷിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ ഓശാന ഞായറിനോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി റവറൻ ഫാദർ ജെയ്സൺ കരിപ്പായി നേതൃത്വം നൽകി. ഫാദർ ലിൻഡോ കാരേക്കാടൻ സഹകാർമ്മികനായിരുന്നു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ അടിവാരം പള്ളിയിൽ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾ സെന്റ് ആന്റണീസ് കപ്പേളയിൽ രാവിലെ 6:15 ആരംഭിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ അജിത്ത് തടത്തിൽ സഹകാർമ്മികനായി. വെഞ്ചിരിച്ച കുരുത്തോലകൾ വിശ്വാസികൾക്ക് നൽകി. തുടർന്ന് പള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു. കുരിശുമുടിയിലെ ഓശാന ഞായർ തിരുക്കർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ റൈസൻ തട്ടിൽ കാർമ്മികത്വം വഹിച്ചു. പരിപാടികൾക്ക് കൈക്കാരന്മാരായ ജോസ് വെട്ടുമാണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോയ് കളത്തിങ്കൽ, ജോജു ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. കൊടകര ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ വിഷു ഗ്രാമോത്സവം വിഷുദിനത്തിൽ വൈകിട്ട് 6 മണി മുതൽ 9:30 വരെ കൊടകര ഗാന്ധിനഗർ ക്ലബ്ബ് പരിസരത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. മിമിക്രി കലാകാരൻ ശ്രീജിത്ത് പേരാമ്പ്ര മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തുടർന്ന് സുമംഗലി ടീം കൊടകരയും ശിവശക്തി പന്തലൂരും അവതരിപ്പിക്കുന്ന വനിതകളുടെ ഫ്യൂഷൻ കൈകൊട്ടിക്കളിയും നെല്ലായി തെയ്യന്നം അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉണ്ടായിരിക്കും. കൂടാതെ വർഷങ്ങളായി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏകലവ്യ കലാകായിക സമിതിക്ക് ചില സുമനസ്സുകൾ നൽകുന്ന മെഡിക്കൽ ഉപകരണങ്ങളുടെ കൈമാറ്റവും വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നിർധനർക്ക് പച്ചക്കറി കിറ്റും പലവ്യഞ്ജന കിറ്റും വിതരണവും തദവസരത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കൊടകര പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ
ഏകലവ്യ കലാകായിക സമിതി പ്രസിഡന്റ് TC ഷജിത് കുമാർ, സെക്രട്ടറി TG അജോ, ചെയർമാൻ പ്രദീപ് കല്ലിങ്ങപ്പുറം എന്നിവർ പങ്കെടുത്തു. ഏകലവ്യ കലാകായിക സമിതി ഈ പ്രാവശ്യത്തെ വിഷുവിനോടനുബന്ധിച്ച് വിഷു ഗ്രാമോത്സവം ഏപ്രിൽ 14 തിങ്കളാഴ്ച നടത്തുകയാണ്. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയാണ് ഗ്രാമോത്സവം പരിപാടികൾ നടക്കുന്നത്. ഈ ഗ്രാമോത്സവത്തിനോടനുബന്ധിച്ച് ചില ക്ലബിനോട് താല്പര്യമുള്ള വ്യക്തികൾ ക്ലബിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ ഉപകരണങ്ങൾ ക്ലബിന് കൈമാറുന്നുണ്ട്. ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസാണ്. വിപുലീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നിർധനരായ രോഗികൾക്കും ആവശ്യത അനുഭവിക്കുന്ന രോഗികൾക്കും ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ പല വ്യക്തികളിൽ നിന്നും ക്ലബിന് നൽകുവാൻ തയ്യാറായി വരികയാണ്. ഏകലവ്യ കലാകായിക സമിതിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്ന ഈ വിഷു ഗ്രാമോത്സവത്തിലേക്ക് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യണം. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മഹാതീർത്ഥാടനം നടത്തി. 86ാമത് മഹാതീർത്ഥാടനത്തിന്റെ ഭാഗമായി അടിവാരം പള്ളിയിൽ നടത്തിയ പൊതുയോഗം ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ മോൺ ഫാദർ വിൽസൺ ഈരത്തറ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺ ഫാദർ ജോസ് മാളിയേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊടകര ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി വിശിഷ്ടാതിഥിയായി. തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ മനോജ് മേക്കാടത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ റൈസൻ തട്ടിൽ, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കൈക്കാരൻ ജോജു ചുള്ളി, PRO ഷോജൻ D വിധേയത്തിൽ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയി കുയിലാടൻ, സിസ്റ്റർ ലിസ മരിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികളുടെ അകമ്പടിയോടെ കുരിശുമുടിയിലേക്ക് പ്രാർത്ഥനാ യാത്ര നടത്തി. കുരിശുമുടിയിലെ ദിവ്യബലിക്ക് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനായി. വൈകിട്ട് അടിവാരം പള്ളിയിലെ ദിവ്യബലിക്ക് മോൺ ഫാദർ വിൽസൺ ഈരത്തറ കാർമ്മികനായി. ഭൂമിയാണ്. ഒരുപാട് പേര് പാപസങ്കീർത്തനവുമായിട്ട് പശ്ചാത്താപവുമായിട്ട് ഈ മല കയറി അനുദപിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിലേക്ക് കൂടുതൽ പ്രത്യാശയോടുകൂടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പുണ്യഭൂമിയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈ പുണ്യഭൂമിയിൽ വന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ച് കരുത്തു നേടുന്നവരാണ്. അതിൻ്റെ 84ാമത് മഹാതീർത്ഥാടനത്തിന് അതിന് വേദിയിൽ നിന്ന് കുറിക്കുമ്പോൾ അതിന് മുൻപിൽ നിന്ന് നമ്മളെ നയിക്കുന്നത് മറ്റാരുമല്ല, അഭിമന്യ പിതാവാണ്. ആ പിതാവ് ഇന്ന് മല കയറുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതിനുശേഷം അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. കൊടകര നാദം കലാ സാംസ്കാരിക വേദിയുടെ 1ാം വാർഷികവും കുടുംബസംഗമവും നടത്തി. കവിയും ഗാനരചയിതാവുമായ രാപ്പാൾ സുകുമാരമേനോൻ ഉദ്ഘാടനം ചെയ്തു. നാദം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് ജേക്കബ് ഈച്ചറത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജൻ VM, ജോയിന്റ് സെക്രട്ടറി VR മനോജ്, പഞ്ചായത്ത് അംഗം പ്രനീല ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആളൂർ ശ്രീനാരായണ വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് നടന്ന അഖില കേരള ഇന്റർ ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 14 വിഭാഗത്തിൽ ചെയർപേഴ്സൺ ബോയ്സ് സ്കൂൾ ജേതാക്കളായി. എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ആളൂർ SNVH സ്കൂളിനെയാണ് ഫൈനൽ മത്സരത്തിൽ തോൽപ്പിച്ചത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം KS ബെന്നി സമ്മാനദാനം നിർവഹിച്ചു. സന്തോഷ് ട്രോഫി പ്ലെയറും കേരള പോലീസ് ഫുട്ബോൾ ടീം അംഗവുമായ വിപിൻ തോമസ് ചടങ്ങിൽ സംബന്ധിച്ചു. ചെയർപേഴ്സൺ ബോയ്സ് ഹൈസ്കൂൾ കോച്ച് ആനന്ദ് ബാബു, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ സുധീർ KJ, രക്ഷാകർത്താക്കളായ പ്രവീൺ കുമാർ, ജയരാജ് നടുവിൽ, ഉണ്ണികൃഷ്ണൻ, ധനുഷ് എന്നിവരും കുട്ടികൾക്ക് പിന്തുണയാകാൻ ഒപ്പമുണ്ടായിരുന്നു. 3 മുറി സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിന്റെ കീഴിൽ ഒമ്പതുങ്ങലിൽ നിർമ്മാണം പൂർത്തീകരിച്ച 2 കാരുണ്യ ഭവനങ്ങളുടെ വെഞ്ചരിപ്പും താക്കോൽ ദാനവും ഇടവക വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ നിർവഹിച്ചു. ഞായറാഴ്ച രാവിലെ 9 നടത്തിയ ചടങ്ങിൽ ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയ്സൺ ചൊവ്വല്ലൂർ, കാരുണ്യ ഭവനങ്ങൾ പണിയാനുള്ള സ്ഥലം നൽകിയ ഗ്രേസി ജോർജ് ആലപ്പാടൻ, പഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് മൂത്തമ്പാടൻ, ഷൈനി ബാബു, കാരുണ്യ ഭവന കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ജോൺസൺ മാമ്പ്രക്കാരൻ, സെക്രട്ടറി ജോൺസൺ വിധേയത്തിൽ, ട്രഷറർ ആൻഡോ ആട്ടോക്കാരൻ, നൈജോ ആൻഡോ എന്നിവർ പ്രസംഗിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ബെന്നി വെള്ളച്ചാലിൽ,
സേവ്യർ കരുമാരിക്കൽ, ജിമ്മി പൊയ്യക്കാരൻ, കൈക്കാരന്മാരായ ബിജു തെക്കൻ, ജോഷി മഞ്ഞളി, ജോൺ ചേനത്തുപറമ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ട്രഷറർ ആൻഡോട്ടക്കാരൻ നടത്ത കൈക്കാരനും കൂടിയാണ്. മറ്റു കൈക്കാരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സ്നേഹമുള്ളവരെ, കേന്ദ്രസമിതി പ്രതിനിധി യോഗാംഗങ്ങളെ, മുപ്പുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1997 SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംഗമം നടത്തി. തോമസ് CFന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പള്ളി അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരായ P. ഉഷാദേവി, VC കുമാരി, R. ലീലാമണി, TT ലീല, KV രമണി, ഉഷ ആന്റണി, സുശീല തുടങ്ങിയ നിരവധി അധ്യാപകർ പങ്കെടുത്തു. തൃക്കൂരിൽ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൂർ കോനിക്കര സ്വദേശി തെക്കുംപീടിക വീട്ടിൽ 64 വയസ്സുള്ള ജോർജാണ് മരിച്ചത്. തൃക്കൂർ പാലത്തിന് താഴെയുള്ള കടവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മീൻ പിടിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ഓർമ്മക്കുറവുള്ള ജോർജ് പുഴയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,770 രൂപ, പവന് 70,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടും നഗരവും വിഷു ആഘോഷത്തിൽ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആഘോഷിച്ചു. ഏകലവ്യ കലാകായിക സമിതിയുടെ നേതൃത്വത്തിൽ വിഷു ഗ്രാമോത്സവം വിഷുദിനത്തിൽ വൈകിട്ട് 6 മുതൽ 9:30 വരെ കൊടകര ഗാന്ധിനഗർ ക്ലബ്ബ് പരിസരത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഏക കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമായ കനകമല മാർത്തോമ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മഹാതീർത്ഥാടനം നടത്തി. തൃക്കൂരിൽ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.